എവരിവൺ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫിഷിലാണിത് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല ഗ്രീൻ മസാലയിലാണ് ഈ ഒരു ഫിഷിൻ്റെ ഗ്രില്ല് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. ഞാൻ ഇവിടെ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പിൽ മല്ലിയില എടുത്തിട്ടുണ്ട്. 1 കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയിലേൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ അത് അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി. ഒരു 6-7 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്കാണ് ചേർക്കുന്നത് മാഗി ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 പീസാണ് വരുന്നത്. അപ്പോൾ 1.5 ഇങ്ങനത്തെ ഒരു ക്യൂബ്സിൽ 1.5 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ഫിഷും ചിക്കനും ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം ചേർക്കാതാണ് ഇത് നന്നായി അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കാണ് ചേർക്കാനുള്ളത് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെ നന്നായി പൊടിച്ചത് ചേർക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് സീബ്രീം എന്ന് പറയുന്ന ഒരു ഫിഷാണ് യൂസ് ചെയ്യുന്നത്. 2 സീബ്രീം എടുത്തിട്ടുണ്ട്. ആ ഒരു ഫിഷിന് നല്ല നെയ്യുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് ഫിഷും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ അറബികളൊക്കെ കഴിക്കുന്ന ടൈപ്പ് ഫിഷാണ് ഈ ഒരു സീബ്രീം. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂറിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനിഗറോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ ഇതിൽ മസാല പുരട്ടുമ്പോൾ ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ അത് കാണിക്കാൻ വേണ്ടി മറന്നുപോയതാണ്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു പാനിലാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള ഗ്രിൽ പാനാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് അതിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് പാനാണ്. അപ്പോൾ അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ടാണുള്ളത്. അതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഫോയിൽ പേപ്പർ മാറ്റിയിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫോയിൽ പേപ്പറിന് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫോയിൽ പേപ്പറിൽ നിങ്ങൾ ഫിഷ് വെക്കുന്ന ടൈമിൽ കുറച്ച് ഓയിൽ അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്കിന്നൊന്നും ഇളകി വരാതിരിക്കും. അപ്പോൾ നേരത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഓയിൽ കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അറബിക് മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൗഡർ കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 2 സൈഡിലും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ അറബിക് മസാല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചാർക്കോളും കൂടെ കത്തിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷിൻ്റെ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രീൻ മസാല വരുമ്പോൾ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് താങ്ക്സ് ഫോർ വാച്ചിങ്.